ഇന്ന് നമ്മൾ ചെയ്യുന്നത് നോർമൽ നീഡിൽ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ലീവിൻ്റെ ഡിസൈനിങ് ആണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് ആൻറ്റി ഗോൾഡ് കട്ട് ബീഡ്സ്, ഗോൾഡൻ കളറുള്ള സീക്വൻസ്, പിന്നെ മെറൂൺ കളറുള്ള കട്ട് ബീഡ്സ് ആണ് കേട്ടോ. ഇത് കുറച്ച് ഗ്ലിറ്റർ ടൈപ്പാണ്, പിന്നെ സെറി ത്രെഡ്. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഇന്നത്തെ സ്ലീവ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ സ്ലീവ് വരച്ചിട്ട് അത് ഫ്രെയിമിലേക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓർഗൻസ മെറ്റീരിയലാണ് കേട്ടോ നമ്മളിവിടെ എടുത്തേക്കുന്നത്. എന്നിട്ട് ഇതുപോലെ മാർക്കും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ബോർഡറായിട്ട് വരുന്നത്. സ്ലീവിൻ്റെ ബോർഡർ നമ്മൾ റഫായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്ലീവിൻ്റെ ബോർഡറായിട്ട് വരുന്നത്. ഇനി നമുക്കിതുപോലെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും എടുക്കാം. ഒന്നെങ്കിൽ ബോട്ടിൽ ക്യാപ്പ്, ഇപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് സെറി ത്രെഡിൻ്റെ ഇതുണ്ടല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ. ഇവിടെ നമ്മൾ സ്കാലപ്പാണ് വരയ്ക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു സാധനം എടുത്തേക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ വെച്ച് നമുക്ക് സ്കാലപ്പ് ഒന്ന് വരച്ചെടുക്കാം. ഈ സ്ലീവിൻ്റെ ഈ ബോർഡറിൽ നിന്ന് മുകളിലേക്ക് നമുക്കൊരു 3 ഇഞ്ച് അല്ലെങ്കിൽ 3.5 ഇഞ്ച് വർക്കാണ് വരേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് ഫ്ലവറൊക്കെ വരച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ 3 പെറ്റലുള്ള ഒരു ഫ്ലവർ വരച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ഞാനൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് മിസ്റ്റേക്ക് വന്നപ്പോൾ ഞാനത് സൈസ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ഒന്ന് മായിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് രണ്ടാമത് ഇപ്പോൾ വരയ്ക്കുന്നത് കേട്ടോ. ഇനി നമുക്കതിന് സ്റ്റെമ്മും കൂടെ ഒന്ന് വരച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഫ്ലവറും സ്റ്റെമ്മുമാണ് നമുക്ക് ഇതിനകത്ത് ഡിസൈനായിട്ട് വരുന്നത്. ഈ ഡിസൈൻ വരയ്ക്കാനായിട്ട് ഞാൻ എടുത്തത് പേപ്പർ പെൻസിലാണ് കേട്ടോ. പേപ്പർ പെൻസിലാണ് നമുക്കൊന്ന് ജസ്റ്റ് മായ്ച്ചൊക്കെ കളയാം. പക്ഷേ ഗ്ലാസ് മാർക്കർ ആയിരുന്നെങ്കിൽ നമുക്ക് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ മായ്ക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി നമ്മൾ സ്കാലപ്പാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് സെറി ത്രെഡാണ് കേട്ടോ. അത് നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്കാലപ്പിൻ്റെ എഡ്ജിൽ നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുവാണ് കേട്ടോ. ഈ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അത് മെറ്റീരിയൽ ഓർഗൻസ ആയതുകൊണ്ടൊരു ഗ്ലെയർ ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രേ വിസിബിലിറ്റി വരുന്നുള്ളൂ. ഇനി ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്തൂടെ നമുക്ക് കട്ട് ബീഡ്സ് ആണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ മെറൂൺ കളറുള്ള കട്ട് ബീഡ്സ് ഉണ്ടല്ലോ, അതാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അത് ഓരോന്നോരോന്നായിട്ട് തന്നെ ബാക്ക് സ്റ്റിച്ചിൻ്റെ പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നീഡിൽ നമ്പർ 12 ആണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അത് വെച്ചിട്ട് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുകയാണ്.
ഇനി ഫ്ലവറാണ് ചെയ്യുന്നത്. ഫ്ലവറിൻ്റെ ബോർഡറിലൂടെ നമ്മൾ മെറൂൺ കളറുള്ള കട്ട് ബീഡ്സ് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ഇനി ആ പെറ്റൽസിൻ്റെ ഉള്ളിൽ നമുക്കൊരു 3 സീക്വൻസും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി സ്റ്റെമ്മാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ആൻറ്റിഗോൾ കട്ട് ബീഡ്സ് ആണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ആ സ്റ്റെമ്മിൻ്റെ ടിപ്പിൽ നമ്മൾ ഒരു ഗോൾഡൻ ഷുഗർ ബീഡും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ലീഫാണ് ചെയ്യുന്നത്. അപ്പോൾ 2 കട്ട് ബീഡ്സ് ഒരു സീക്വൻസ് നമുക്ക് ഒന്നിച്ച് നീഡിലേക്ക് എടുത്തിട്ട് ലീഫ് പോലെ ഇതുപോലെ ചെയ്തെടുക്കണം. ഇനി സീക്വൻസ് നമുക്ക് ഒരു ഫ്ലവർ ഷേപ്പിൽ സ്കാറ്റർ ചെയ്തും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.